കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന സ്ഥാപനം ഒരു കാലത്ത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായിരുന്നു. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ പോലും രാപ്പകലില്ലാതെ പഠിച്ച് ഒരു സർക്കാർ ജോലി നേടാമെന്ന് പ്രത്യാശിച്ചിരുന്നത് ഈ സ്ഥാപനത്തിന്റെ സുതാര്യതയിലും വിശ്വാസത്തിലും പൂർണ്ണമായും വിശ്വസിച്ചാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ PSCക്കു മേലുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. അർഹതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ജീവിതവും ഭാവി പ്രതീക്ഷകളും പണയം വെച്ചുകൊണ്ട് പാർട്ടി ബന്ധുക്കളെയും നേതാക്കളെയും ഇഷ്ടക്കാരെയും പിൻവാതിലൂടെ തിരികെ കയറ്റാനുള്ള CPMന്റെ വഴിവിട്ട തന്ത്രങ്ങൾ കാരണം ഇന്ന് നാണംകെട്ട അവസ്ഥയിലാണ് ഈ സ്ഥാപനം. അടുത്തിടെ ആസൂത്രണ ബോർഡിലെ ഉന്നത പദവികളിലേക്ക് നടന്ന പരീക്ഷയിലും അതിന്റെ മൂല്യനിർണ്ണയത്തിലും ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ CPMന്റെ സ്വജനപക്ഷപാതപരമായ ഇടപെടലുകളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾ തന്നെ കൃത്യമായ തെളിവുകളോടെയാണ് ഈ തട്ടിപ്പുകൾ ജനമധ്യത്തിൽ എത്തിച്ചത്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിൽ നടന്ന ക്രമക്കേടുകൾ വ്യക്തമായതോടെ നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴി പല ഞെട്ടിക്കുന്ന സത്യങ്ങളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ പ്രളയം പോലെ ലഭിച്ച 35ലധികം പരാതികൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ PSC വഴി നടന്ന തട്ടിപ്പുകളുടെ വ്യാപ്തി എത്രത്തോളം ഭീകരമാണെന്നാണ്. പരീക്ഷാ സിലബസ് നിമിഷ നേരം കൊണ്ട് മുന്നറിയിപ്പില്ലാതെ മാറ്റുക, ചോദ്യപേപ്പർ ചോർത്തുക, യോഗ്യതയില്ലാത്ത പാർട്ടി അനുഭാവികൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകുക തുടങ്ങി ജനാധിപത്യത്തിനും ഭരണഘടനാ തത്വങ്ങൾക്കും നിരക്കാത്ത രീതിയിലാണ് CPM ഈ സ്ഥാപനത്തെ നിയന്ത്രിച്ചിരുന്നത്. 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന വിവിധ പരീക്ഷകളിൽ വലിയ അളവിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഓഫീസർ പരീക്ഷാ ക്രമക്കേടുകൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണ ഉദ്യോഗാർത്ഥികളെ തഴഞ്ഞ് പാർട്ടി സ്വന്തക്കാരെ യോഗ്യതാ പട്ടികയിൽ ഒന്നാമതെത്തിക്കാൻ നടത്തിയ ഈ ആസൂത്രിത ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവജനങ്ങളോട് ചെയ്ത മാപ്പർഹിക്കാത്ത വഞ്ചനയാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മറവിൽ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് തയ്യാറാക്കപ്പെടുന്ന പട്ടികകൾ PSC ഓഫീസുകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സംസ്കാരമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നിലനിന്നിരുന്നത്. ഭരണം കയ്യിലുണ്ടെന്ന ധാർഷ്ട്യത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ അധ്വാനത്തെയും കണ്ണീരിനെയും പുച്ഛിച്ചു തള്ളുന്ന സമീപനമാണ് അന്നത്തെ പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തട്ടിപ്പുകൾക്കെല്ലാം മദ്യം കുറിച്ച് PSCയിൽ നഷ്ടപ്പെട്ട വിശ്വാസത്തെ വീണ്ടെടുക്കാനും വഞ്ചിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാനുമാണ് ഇപ്പോൾ UDF സർക്കാർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്.